നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ ബഹുമാനത്തിന്റെ ഒരു നീണ്ട ഘോഷയാത്രയായിരുന്നു ഇന്ന് നിയമസഭയ്ക്കകത്ത് കാണാൻ സാധിച്ചത്. സത്യത്തിൽ അങ്ങനെ തന്നെ വേണമല്ലോ. ഒരു സഭയാവുമ്പോൾ പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ്. എല്ലാത്തിനും ഒടുവിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, സഹോദരീ സഹോദരന്മാരാണെന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന ജനക്കൂട്ടമാണ്. അപ്പോൾ രാഷ്ട്രീയവും രാഷ്ട്രബോധവും രാഷ്ട്രീയ നീതികളും സത്യവും മിഥ്യവും ഒക്കെ തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ പച്ചയായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനം എല്ലായ്പ്പോഴും നല്ലതാണ് എന്ന് പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ ബഹുമാനമുണ്ട്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ അടുത്തിലേക്കാണ് ചെന്നത്. വീട്ടിലേക്ക് വരുന്ന അതിഥിയായ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി ഉമ്മറപ്പടിയിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയും ഭാര്യയും കാത്തു നിൽക്കുന്നതും കണ്ടിരുന്നു. അവിടെ തുടങ്ങുന്ന പ്രതിപക്ഷ ബഹുമാനം ഇങ്ങ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാനായി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വരുമ്പോൾ കൈയടിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരെ എത്തി നിൽക്കുകയാണ് ഇവരുടെ പ്രതിപക്ഷ ബഹുമാന ഘോഷയാത്ര എന്ന് പറയുന്നത്. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ കൈയടിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ തന്നെ എടുത്തു നോക്കാം. കഴിഞ്ഞ വർഷം സത്യപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നിരയെ ഒന്നും തന്നെ പങ്കെടുക്കാത്ത, പൂർണ്ണമായും സത്യപ്രതിജ്ഞയെ തള്ളിക്കളഞ്ഞ നിരസിച്ച ഒരു സത്യപ്രതിജ്ഞ തന്നെയായിരുന്നു അത്. എന്നാൽ ഇത്തവണ എല്ലാ സഭക്കാരും എല്ലാ പാർട്ടിക്കാരും പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടിക്കാരും എല്ലാവരും ഒരുപോലെ പങ്കെടുത്ത ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയായിരുന്നു വി ഡി സതീശൻ നയിക്കുന്ന സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ മന്ത്രിസഭ എന്ന് പറയുന്നത്. എന്തായാലും അതേ പ്രതിപക്ഷ ബഹുമാനം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത്. ഭരണപക്ഷത്ത് മുഖ്യമന്ത്രി കസേരയിൽ നമ്പർ 1 കസേരയിൽ ഇരിക്കുന്ന വി ഡി സതീശൻ പിണറായി വിജയനെ സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചപ്പോൾ കൈയടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം നേരെ പോയത് പ്രോടൈം സ്പീക്കറായ പിണറായി വിജയനെ ബദ്ധശത്രു എന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ജി സുധാകരനെ കാണാനാണ്. തന്നെ കാണാനായി പിണറായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ നേരത്തെ തന്നെ സ്പീക്കർ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. വളരെ ചിരിച്ചുകൊണ്ടുള്ള സൗമ്യനായ മുഖത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്പീക്കറിനടുത്തേക്ക് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ വരുന്നത്. കൈകൾ കൂപ്പുന്നു, കൈകൾ ഷെയ്ക്ക് ഹാൻഡ്സ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഈ തോളിൽ കൈ തട്ടുന്നു ഒക്കെ ചെയ്യുന്നു, നേരെ തിരിച്ചു പോകുന്നു. പ്രതിപക്ഷ ബഹുമാനം ക്ലീൻ. അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭരണപക്ഷത്തെ MLA മാരായിട്ടുള്ള ചാണ്ടിയുമ്മൻ അടക്കമുള്ള പല MLA മാരും സത്യപ്രതിജ്ഞയ്ക്കായി വരുമ്പോൾ പ്രതിപക്ഷത്തെ നോക്കി തൊഴുന്നതും പിണറായി വിജയന് കൈ കൊടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഗോവിന്ദൻ അടക്കമുള്ളവർ വരുമ്പോൾ പിണറായി വിജയന് കൈ കൊടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നു പ്രതിപക്ഷ ബഹുമാന നിരകൾ. ഏതായാലും ആവേശഭരിതം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിപക്ഷ ബഹുമാനം ഉള്ളപ്പോഴും നമുക്കറിയാം, ആദ്യം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനും ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായും നമുക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയമുണ്ട്, ഒരേ ആശയത്തിൽ എപ്പോഴും പോകാൻ സാധിക്കുകയില്ല, വ്യത്യസ്ത തരം ആശയമാണ് നമ്മൾ രണ്ടുപേരും കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നാടിന് നല്ലത് എന്ന് ചിന്തിക്കുന്ന എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോട്ടെ. ഈ നാടും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെറുതെ തല്ലുകൂടി ജനങ്ങൾക്ക് കിട്ടാനുള്ള നന്മകളെ നിങ്ങൾ വെറുതെ ഇല്ലാതെയാക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ.